ദിവ്യ, എനിക്ക് 9 മണിക്ക് ഇറങ്ങോളാ. പെട്ടെന്ന് എനിക്ക്. നീ ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ രാത്രി പറഞ്ഞല്ലേ 9 മണിക്ക് റെഡി ആവണമെന്നുള്ളത്. നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ഫാമിലിയുടെ ആദ്യത്തെ ഫംഗ്ഷനാണ്. എല്ലാരും വരും. നീ ഒന്ന് പെട്ടെന്ന് റെഡി ആയിക്കേ. ഹരി, എനിക്ക് വരാൻ പറ്റത്തില്ല. നല്ല വയറുവേദന ഉണ്ട്. എന്നിട്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല. വരുന്നില്ലെന്നാ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ രാത്രി നിന്റെ അടുത്ത് പറഞ്ഞ ആ മാഗി ഉണ്ടാക്കി കഴിക്കില്ലെന്നുള്ളത്. ആ മൈദ എല്ലാം കഴിച്ചിട്ട് ആ ഗ്യാസ് കയറുന്നതാണ്. ഇതല്ല, പീരിയഡ്സ് ആയതിന്റെ പെയിനാ. നീ എന്തൊക്കെ പറഞ്ഞാലും വരാതിരിക്കാൻ പറ്റത്തില്ല. നോക്ക് ദിവ്യ, എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും വരുന്ന ഫംഗ്ഷനാണ്. നീ വരാതിരുന്ന അവരെന്ത് വിചാരിക്കും? എനിക്ക് മനസ്സിലാവും ഹരി, പക്ഷെ എന്റെ അവസ്ഥ വേറെയാ. എനിക്ക് പീരിയഡ്സ് അല്ലേ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ വേദനയാ. കത്തി കുത്തി കയറ്റുന്ന പോലെ ഉണ്ട്. എനിക്ക് കാറിൽ അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഓ പിന്നെ, കത്തി കുത്തി കയറുന്ന വേദന. നീ ഇങ്ങനെ ഓരോ കാരണം ഉണ്ടാക്കി വരാതിരുന്നോ? അവസ്ഥ ഇതായുണ്ടല്ലോ, ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകുന്നവർക്ക് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോർ കയറിയിട്ട് പെയിൻ കില്ലർ മേടിക്കാം. നീ കാറി കിടന്നു തുടങ്ങിയോ, അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഓക്കെ ആവും. എനിക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇതെന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ? നോക്ക് ദിവ്യ, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ശരി, നീ വരണ്ട. ആരും വരണ്ട. നീ ഇവിടെ സുഖമായിട്ട് റെസ്റ്റ് എടുത്ത് എൻജോയ്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയി ആളുകളുടെ മുന്നിൽ കോമലെടുത്ത് നിന്നോളാം. ഭാര്യ എവിടെ ഹരിയും ചോദിക്കുമ്പോഴേക്കും അവൾക്ക് വയറുവേദനയാണ്, വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞോളാം. നീ ഇവിടെ കിടന്ന് സൂയിക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇവിടെയല്ല തീർക്കേണ്ടത്, കേട്ടാ? ഞാൻ പോണു. ബൈ. ആ പറ. ഹരി, ഇവിടെ ആണെങ്കിൽ നെറ്റ് കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. നീ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് തരുമോ? ഓർഡർ ചെയ്യാനാ? എടാ, നമ്മൾ ഇന്നലെ കഴിച്ച ചപ്പാത്തിയും കറിയും ഫ്രിഡ്ജ് ഇരിക്കല്ലേ, അതിനെ ചൂടാക്കി കഴിച്ച പോരെ. എന്തിനു വെറുതെ ഓർഡർ ചെയ്ത് പൈസ കളയുന്നേ? എനിക്ക് അതുവരെ പോയി ചൂടാക്കി കഴിക്കാനൊന്നും വയ്യ. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കൂടുതൽ ഓവർ ആവില്ല ദിവ്യ. ഇത് നിനക്ക് വാശിയാണ്. നീ വീട്ടിൽ പോയപ്പോഴേക്കും ഞാൻ കൂടെ വരാത്തതിന്റെ വാശി. ഹരി, നീ എന്തൊക്കെയായി പറയുന്നേ? അതെനിക്ക് കൺസേൺ ആവുന്ന കാര്യമല്ല. നീ വേണമെങ്കിൽ ചൂടാക്കി കഴി, ഞാൻ എന്തായാലും ഓർഡർ ചെയ്യുന്നില്ല. ആ പിന്നെ വയ്ക്കല്ലേ. എൻ്റെ കസിൻസ് ചിലപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ആ കിച്ചൺ ഹാളും ഷോക്കായി കിടക്കുകയാണ്. അതൊന്ന് വൃത്തിയാക്കി ഇട്ടേക്കണേ. ഓക്കെ, ശരി. ഇതെന്തോന്ന് കിടപ്പാണ്ട് പൊന്നു ദിവ്യ. ഞാൻ പോയപ്പോ കിടന്നാണ് ഇതുവരെയായിട്ട് എണീറ്റില്ലേ?
ആ വന്നോ? ആ ഫുഡ് എവിടെ ഓർഡർ ചെയ്തേ? അത് ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ച് ഓർഡർ ചെയ്യിപ്പിച്ചതാ. ഓഹോ, ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടാവാൻ? എല്ലാരും വന്നിട്ട് ദിവ്യ എവിടെയെന്ന് ചോദിച്ചു. എക്സ്ക്യൂസസ് പറഞ്ഞ് ഞാൻ മടുത്ത്. അതിപ്പോ വയ്യാത്തോണ്ടല്ലേ, നമുക്ക് അടുത്ത ഫംഗ്ഷന് പോവാം. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലേ, ഒന്നത് പൊളിഞ്ഞിരിക്കുകയാണ്. അതിപ്പോ എന്താ പൊളിയായിരിക്കുന്നേ? പീരിയഡ്സ് ആയോണ്ടല്ലേ? ഓ, നിനക്ക് മാത്രമാണല്ലോ ഈ ലോകത്ത് ഇത്രയും വലിയ പീരീഡ്സ് ഉള്ളത്. എന്റെ അമ്മയും ചേച്ചി ഇതുവരെ ഈ പീരീഡ്സിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഓവറാണ് ഞാൻ കണ്ടിട്ടില്ല. എന്തു പറഞ്ഞാൽ ഈ അമ്മേനെയും ചേച്ചിനെ എടുത്തിടുന്നത് നീ ഒന്ന് നിർത്തോ? ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എന്താ അത്ര തെറ്റ്? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെ ശരീരം ഒരുപോലെയല്ല, അവരുടെ വേദനയും ഡിഫറെന്റ് ആണ്. അത് നിനക്ക് എന്ത് പറഞ്ഞാലും നിന്റേതായ ഓരോ ന്യായീകരണങ്ങളുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ കിടന്നങ്ങ് സൂയിക്ക്. അല്ല പിന്നെ ദിവ്യ, ദിവ്യ ഒന്നിങ്ങി വന്നേ. ദിവ്യ, എന്താ ആര് പേടിപ്പിക്കാനായിട്ട്? ഇന്ന് നിന്നിട്ടാണ് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് വന്ന് ചെയ്തേ. എനിക്ക് അടുക്കള കയറി നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇന്നലെ ഞാൻ നേരെ കിടന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ല. നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. നീ ഓഫീസിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി കഴിച്ചോ? എനിക്ക് പോകുന്ന വഴി കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ മിനിമം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ വേണമെന്ന് വെച്ച് കിടക്കാന്നാണോ നീ വിചാരിച്ചേക്കുന്നേ? എനിക്ക് എണീക്കാൻ പോലും വയ്യാത്തോണ്ടോ? ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഓ, ഇനി ഞാൻ മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഇവിടെ എന്താ ഉള്ളത്? നിനക്ക് നിന്റെ കാര്യം വരുമ്പോഴേക്കും ആരെങ്കിലും വിളിച്ച് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാനും കഴിക്കാനൊക്കെ പറ്റും. ഇവിടെ ഒരു ചായ തിളപ്പിക്കാൻ പോലും നിനക്ക് പറ്റൂല. ഞാൻ മറ്റേ പഴഞ്ഞ ഭർത്താവ് ചമയൊന്നുമല്ല, പക്ഷെ ഇതൊക്കെ ഒരു ബേസിക് മര്യാദയാണ്. ഇതൊക്കെ നിന്റെ വെറും വാശിയാണ് ദിവ്യ. ഇന്നലെ എന്റെ ഫാമിലി ഫംഗ്ഷൻ നീ കാരണം പോയി, അതിന്റെ വിഷമം എനിക്കാണ്, നിനക്കല്ല. ആ ഫാമിലി ഫംഗ്ഷൻ ആണോ നിനക്ക് ഇമ്പോർട്ടന്റ്? നിന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ വേദന കൊണ്ട് പൊളയുമ്പോൾ നിനക്കൊരു പ്രശ്നമില്ലേ? നിനക്ക് മാത്രം എന്താണ് ഈ ലോകത്തില്ലാത്ത പീരീഡ്സ്? എന്നെ കൊണ്ട് കൂടുതലൊന്നും സംസാരിപ്പിക്കില്ലേ. അവളുടെ പീരീഡ്സ്. അതെ, എന്റെ കസിൻസ് ഇന്ന് വൈകുന്നേരം ആയിരിക്കും വരുന്നത്. അവർ വന്ന് കയറുമ്പോ ഈ വീടിന്റെ കിടപ്പ് കണ്ടാണല്ലോ എന്റെ ഭാര്യയുടെ നല്ല സ്വഭാവം അവരറിയാൻ പോണത്. വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ വൃത്തിയാക്ക്, ഇല്ലേ അങ്ങനെ കിടക്കട്ടെ. ഞാൻ അവരുടെ മുമ്പിൽ നാണം കിട്ടോളാം. ദിവ്യ, ഇതെന്താ ഇത്? എന്താ ഹരി രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കുന്നേ? നിന്റെ കുട്ടിക്കാലത്തെ ശീലം ഇതുവരെ മാറിയില്ലേ? നീ എന്തൊരു പെണ്ണാണ് ദിവ്യ, നിനക്ക് മിനിമം ഒരു സെൻസ് ഇല്ലേ? ആ പാഡ് സമയത്തിന് മാറ്റാൻ നിനക്ക് അറിഞ്ഞൂടെ? ഈ ബെഡ് മൊത്തം ശോകമാക്കി. ഹരി അത് സോറി, രാത്രി നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. വേദന ഉണ്ടെങ്കിൽ തിരിഞ്ഞടക്കാൻ പോലും പറ്റിയില്ല. ഉറക്കത്തിൽ എപ്പോഴോ പറ്റിയതാ. ഓ, എപ്പോഴും നിന്റെ ഭാഗനായിരിക്കും നിനക്ക് ഓരോ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. രാവിലെ തന്നെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. നീ എന്തൊക്കെയാ ഹരി പറയുന്നേ? ഇതെല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുന്നല്ലേ. ഒരു കറ പറ്റിയെന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അത് കഴുകിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിക്കൊന്നും കേൾക്കണ്ട. നിനക്കൊരു വൃത്തി വെടുപ്പില്ല, അത്ര തന്നെ.
ഞാൻ ഹോളിൽ പോയി കിടന്നോളാം, മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ഇത് കണ്ട, സ്മൃതി മന്ദാന മാച്ചിന്റെ ഇടയ്ക്ക് അവർക്ക് പീരീഡ്സ് ആയി പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. കളി കുറച്ച് സമയത്തേക്ക് നിർത്തി വെക്കേണ്ടി വന്നു എന്ന്. എന്നിട്ട് അവള് ഗ്രൗണ്ടിൽ തിരിച്ചു വന്ന് കളി ജയിപ്പിച്ച്. കണ്ട, അതാണ് കമ്മിറ്റ്മെന്റ്. വളരെ നല്ല കാര്യം. അവരൊരു പ്രൊഫഷണൽ അത്ലറ്റ് അല്ലേ, അവരുടെ ബോഡിയും സ്റ്റാമിനയും അതിനനുസരിച്ച് ട്രെയിൻഡ് ആണ് ഹരി. ഓ, അതുകൊണ്ട് ഇവിടെ നിന്നെപ്പോലെ അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് വയറുവേന വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയി കഥ കടച്ച് കിടന്നില്ല. ഇവിടെ ഇപ്പൊ ലോകത്ത് ആർക്കും ഇല്ലാത്ത പീരീഡ്സിന്റെ പെയിനും പറഞ്ഞ് 3 ദിവസമായി കഥ കടച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. പുറത്തുള്ള പെണ്ണുങ്ങൾ കണ്ട് പഠിക്ക് ദിവ്യ. നിർത്ത ഹരി, ഒന്ന് നിർത്തോ. രാവിലെ തൊട്ട് തുടങ്ങിയാണ് നിന്റെ കുറ്റപ്പെടുത്തല്. ഇപ്പൊ ഒരു കളിക്കാരുടെ വാർത്ത കിട്ടിയപ്പോ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഒരു ടോപ്പിക്കായി അല്ലേ? ഞാൻ നാണം കെടുത്താൻ വേണ്ടി പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞാണ്. അവർ എത്ര വലിയ മാച്ചാണ് കളിക്കുന്നത്, എന്നിട്ട് ആ വേദന സഹിച്ച് ഗ്രൗണ്ടിൽ കളിക്കുന്നില്ലേ? നിനക്കിവിടെ എന്ത് പണിയാ ഉള്ളത്? AC റൂമിൽ ബെഡ് സുഖമായിട്ട് കിടക്കാം, സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാം, എന്നിട്ടാണ് വലിയൊരു പർവ്വതം ചുമക്കുന്ന ഭാവത്തോടെ 3 ദിവസം വീട്ടിൽ കുത്തിരിക്കുന്നത്. നിനക്ക് സ്മൃതി മന്ദാനെ കളി നിർത്തിവെച്ച് പാഡ് മാറ്റാൻ പോയ വാർത്ത മാത്രമേ കാണാൻ പറ്റുള്ളൂ ഹരി. കളി നിർത്തിവെക്കാന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? അവർക്ക് ആ സമയത്ത് അത് താങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയോണ്ടാ. ഒരു ഇന്റർനാഷണൽ മാച്ചിനിടയിൽ കളി നിർത്തുന്ന വെച്ചാൽ അത് എത്ര വലിയ സാഹചര്യം ആയിരിക്കും എന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? അവരനുഭവിച്ച മാനസിക സമ്മർദ്ദം നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? ആ, അവരനുഭവിച്ച്. പക്ഷെ കളി ഉപയോഗിച്ച് വീട്ടിൽ പോയിരുന്നില്ലല്ലോ ഹരി. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ പെണ്ണുങ്ങളുടെ ശരീരം ഒരുപോലെയല്ല. ഓ, ഈ ലോകത്ത് നിനക്ക് മുമ്പും പെണ്ണുങ്ങൾ ജീവിച്ചിട്ടുണ്ട് ദിവ്യ. എന്റെ അമ്മയും ജോലിക്ക് പൊക്കോണ്ടിരുന്ന ആളാ. ഓഫീസിലും വീട്ടിലും ഒരുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഒരിക്കൽ പോലും അമ്മ പീരീഡ്സിന്റെ പേര് പറഞ്ഞ് ലീവ് എടുത്ത് മാറിക്കണം ഞാൻ കണ്ടിട്ടില്ല. നീ ഓഫീസിലും പോകാറില്ല, വീട്ടു പണിയും ചെയ്യാറില്ല. നിന്റെ അമ്മ അത് സഹിക്കും, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ടാ. നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയോ? നിന്റെ ക്ലാസ് എടുപ്പ് നിർത്തോ. എന്തെങ്കിലും പറഞ്ഞ ഒരു 10 വെച്ച് ഡയലോഗോട്ടേക്ക് ഇറങ്ങിക്കോളൂ. നിന്റെ ഈ മടിയുള്ള സ്വഭാവം ഈഗോ മാറ്റാൻ നീ തയ്യാറല്ല, അതാണ് സത്യം. ഒരു ചായ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത അത്ര രോഗമൊന്നും അല്ല ദിവ്യത്. എനിക്ക് നിന്നോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല ഹരി. സംസാരിക്കണ്ട, മാർച്ച് മിണ്ടായി. എന്നെ കൊണ്ട് ഇങ്ങനെ പോവാൻ പറ്റില്ല ശേഖ. എടാ, അവൻ ചിലപ്പോ അതിന് അത്രയും സില്ലി കാര്യമായിട്ടായിരിക്കും കാണുന്നേ. ഹരി ഇപ്പോഴും വിചാരിച്ചു വെച്ചേക്കുന്ന ഞാൻ ഈഗോ കാണിക്കുന്നതാ. എടാ, നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എനിക്ക് തോന്നുന്നില്ല ശേഖ അവനത് മനസ്സിലാവുന്നു. ആ, 4-ാം ദിവസത്തെ ഷോ തുടങ്ങിയ. ഇന്നിനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ഇന്ന് നടക്കാൻ പറ്റുമോ അതോ ആരെങ്കിലും താങ്ങി പിടിക്കേണ്ടി വരുമോ? ഞാൻ നിന്നോടാ ചോദിച്ചു ദിവ്യ, നിന്റെ 4-ാം ദിവസത്തെ നാടകം ഇന്ന് തീരോ അതോ അടുത്ത 5 ദിവസം കൂടെ ഞാൻ സഹിക്കണോ? നിന്റെ പീരീഡ്സ് കാരണം ഈ വീട് ഒരു ഹോസ്പിറ്റലാക്കി മാറ്റി നീ. ഹരി, ഒന്ന് വഴി മാറോ. എനിക്ക് നിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. തർക്കിക്കാൻ വയ്യല്ലേ? വയ്യഞ്ഞിട്ടല്ല, നിനക്ക് മടിയാ. നിന്റെ അഹങ്കാരം ഈഗോ ഉണ്ടല്ലോ, അത് സമ്മതിച്ചേരാൻ എനിക്ക് സൗകര്യമില്ല. വെറുതെ വീട്ടിലിരുന്ന് തിന്ന് സൂചിച്ചിട്ട് ചോദിക്കുമ്പോ പീരീഡ്സ്, വേദന, കത്തി കുത്തി കയറുന്ന എന്നൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ? പുറത്തിറങ്ങി 4 പണിയുന്ന പെണ്ണുങ്ങൾ കണ്ട് പഠിക്കാര് വരുമ്പോഴേക്കും ആരെങ്കിലും വിളിച്ച് ഒരു വീട്ടിൽ ജീവിക്കുമ്പോ അമ്മയും എടാ, അവനത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നീ നിന്റെ ആ പഴയ ഐറ്റം അങ്ങ് എടുക്ക്. നീ വെറും ചോദിക്കല്ലേ എനിക്ക് മാത്രം എന്താ ഇത്ര വേദനയെന്ന്? നിന്റെ അമ്മയ്ക്കില്ലാത്തത്, ചേച്ചിക്കില്ലാത്തത്, സ്മൃതി മന്ദാനക്കില്ലാത്ത വേദന എനിക്ക് മാത്രം എന്താന്ന്? ഇപ്പതാ നിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ഈ ചോര ഉണ്ടല്ലോ, അതാണ് എന്റെ ശരീരത്തിൽ 4 ദിവസമായിട്ട് വന്നോണ്ടിരിക്കുന്നത്. നീ അമ്മ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നീ എപ്പോഴെങ്കിലും സാനിറ്ററി പാഡ് എടുത്ത് കയ്യിൽ നോക്കിയിട്ടുണ്ടോ? അതിൽ എഴുതിയിരിക്കുന്ന എന്താന്ന് വായിച്ചിട്ടുണ്ടോ? ഹെവി ഫ്ലോ ക്ലോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് എന്താണെന്നറിയോ? പച്ച വെള്ളം പോലെയല്ല,
കട്ട ചോരയായിട്ടാ വരുന്നത്. നീ സ്മൃതി മന്ദാനയുടെ ഒക്കെ കഥ പറഞ്ഞല്ലോ, ഇതിനൊരു പേരുണ്ട്, ഡിസ്മെനോറിയ. എല്ലാ സ്ത്രീകളും വേദന ഒരുപോലെ ഇരിക്കില്ല. ചിലർക്കത് ചെറിയ വേദന പോലെ ഉള്ളൂ, ചിലർക്ക് പ്രസവ വേദന പോലെ ആയിരിക്കും. ഈ അടിവയറ്റിലെ പേശികൾ ചുരുങ്ങുമ്പോൾ അവിടെ രക്തം കട്ട പിടിക്കും. അപ്പോൾ ഉണ്ടല്ലോ നടുവും കാലൊക്കെ ഒടിഞ്ഞു പോകുന്ന വേദനയായിരിക്കും. ആ വേദന സഹിച്ച പല പെണ്ണുങ്ങളും ചിരിച്ചോണ്ട് ജോലി ചെയ്യുന്നത്. അത് അവരുടെ കഴിവാണെന്ന് കരുതി വീണു പോകുന്ന ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ വേദന ഉണ്ടല്ലോ, അഭിനയാന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. ഇനി അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാം. അല്ല, പറയാതിരിക്കാം. വേദനിക്കുന്നുണ്ടല്ലേ? നീ ഇപ്പൊ അനുഭവിക്കുന്ന വേദനയുടെ 10 ഇരട്ടി വേദനയാ ഓരോ മാസം 3 ദിവസം തുടർച്ചയായിട്ട് എല്ലാ പെണ്ണുങ്ങളും അനുഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം സ്ത്രീകളും പീരിയഡ്സ് പെയിൻ പുറത്തു പറയാൻ നാണക്കേടാന്ന് വിചാരിച്ച് പറയാതിരിക്കും. പക്ഷെ നിന്നെ പോലുള്ള ആണുങ്ങൾ വിചാരിക്കും അവർക്ക് വേദന ഇല്ലെന്ന്. വേദന പുറത്ത് കാണിച്ച അഭിനയം, ഇല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് തന്നെ പോയി ചോദിക്ക് എന്താണ് ശരിക്കും പീരിയഡ്സ് പെയിൻ എന്ന്. ഈ 4 ദിവസം നിനക്ക് അറ്റ്ലീസ്റ്റ് എന്നോട് മനുഷ്യത്തെങ്കിലും കാണിക്കായിരുന്നു. ഇന്ന് എനിക്ക് വേദന കുറവുണ്ട്. ഇന്ന് എന്റെ ഡേ ആണല്ലേ, കുക്കിംഗ് ക്ലീനിങ് ഞാൻ ചെയ്തോളാം. ഇനി അതും പറഞ്ഞ് അലച്ചോണ്ട് വരണ്ട. ഹലോ മോനെ, പറയടാ. അമ്മ എവിടെ? ഞാൻ വീട്ടിലാ. അല്ല, നിന്റെ സൗണ്ടിന് എന്ത് പറ്റി? അല്ല, അതൊരു മൂക്കിലൊരു പ്രാണി ആയപ്പോ ഞാൻ അതിനെ അടിച്ചതാ. നീ എന്താ വിളിച്ചേ? അല്ലമ്മ, ഒരു ഡൗട്ട്. ഈ പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് ആവുമ്പോ ശരിക്കും സഹിക്കാനാവാത്ത വേദനയാണോ? എന്താ ഹരി ഇങ്ങനെ ഒരു ചോദ്യം? മോനെ, അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിരിക്കും. ചിലർക്ക് വലിയ ബുദ്ധിമുട്ട് കാണൂല, പക്ഷെ അധികം പേർക്കും സഹിക്കാൻ പറ്റാത്ത വേദന. എനിക്ക് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ചു കാലമൊക്കെ പീരീഡ്സ് ആയാല് ബോധം കെട്ട് വീഴുന്ന അവസ്ഥയായിരുന്നു. നടുവും വയറും ഒടിഞ്ഞു പോകണ വേദന. നിന്റെ ചേച്ചിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോ അമ്മയും ചേച്ചിയൊക്കെ ഇത്രയും പേരെ സഹിച്ചാണോ വീട്ടില് പണിയൊക്കെ ചെയ്തത്? അതേടാ, അന്ന് ചോദിക്കാനും മനസ്സിലാക്കാനും ആരും ഇല്ലാതെ ഇരുന്നോണ്ട് സഹിച്ച്. അതുകൊണ്ട് ബാക്കിയുള്ളവരും അത് സഹിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? അല്ല, നീ ഇതൊക്കെ ഇപ്പൊ എന്നോട് ചോദിക്കാൻ എന്താ കാര്യം? അവിടെ ദിവ്യക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ല, ദിവ്യക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. അവൾക്ക് ചെറിയൊരു പീരീഡ്സ്. ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ കെയർ വേണോ? ഓഹോ, നീ ദിവ്യ അത്രക്ക് നന്നായിട്ട് നോക്കുന്നുണ്ടല്ലേ? മോനെ ഹരി, അതിന് വലിയ മരുന്നിന്റെയോ ഭക്ഷണത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. ഈ ദിവസങ്ങളിൽ നീ അവൾക്ക് കൊടുക്കേണ്ടത് മെന്റൽ സപ്പോർട്ടാണ്. കൂടെ ഉണ്ടെന്നൊരു സമാധാനം. ആ സമയത്ത് ദേഷ്യപ്പെടാതെ കുറ്റപ്പെടുത്താതെ അവളുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കുക. അതാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. മനസ്സിലായി അമ്മ. പണ്ടേ നിന്റെ അച്ഛന് ഇതുപോലെ ഒരു പ്രാണി മൂക്കിൽ കേറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടേ എനിക്ക് കാര്യം മനസ്സിലാകും. ആണല്ലേ? ഞാൻ അമ്മേനെ പിന്നെ വിളിക്കാം കേട്ടോ. അയ്യോ, ദിവ്യ എണീറ്റേ. ദിവ്യ എനിക്ക്. ദിവ്യ, ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ചായ കേട്ട് എന്ത് പറ്റി ഹരി? അത് നിനക്ക് കുടിക്കാൻ ചായ ഉണ്ടാക്കിയതാ. പഞ്ചാര കറക്റ്റാണെന്ന് അറിയത്തില്ല, എന്നാലും നീ ഒന്ന് കുടിച്ചു നോക്ക്. പഞ്ചസാരയൊക്കെ കറക്റ്റാണ്. ഭാഗ്യം. അല്ല, സൂര്യൻ ഇന്ന് ഇങ്ങോട്ട് ഒതിച്ചേ? രാവിലെ തന്നെ എനിക്ക് ചായ ഇട്ട് തരാൻ. ഒന്നുമില്ല, ഞാൻ രാവിലെയാണ് എണീറ്റ് ഹോളൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണിൽ കയറി പാത്രങ്ങളൊക്കെ കഴുകിവെച്ച് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ദോശയും ചമ്മന്തിയും. ഇപ്പൊ വരും. നീ ഇന്ന് ശരിക്കും നന്നായിട്ട് റെസ്റ്റ് എടുത്തോ. അപ്പൊ ഇന്നലത്തെ പ്രാണി ശരിക്കും നിന്റെ മൂക്കിൽ മാത്രമല്ല തലയിലും കയറിയെന്നാ തോന്നുന്നേ. ദിവ്യ, സോറി. അത് കുഴപ്പമില്ല, ഞാൻ ശരിക്കും അങ്ങോട്ടാ സോറി പറയണ്ടേ. എങ്ങോട്ടേ മാറിപ്പോകുന്നേ? ഞാൻ ഇനി അടിക്കാനൊന്നും പോകുന്നില്ല. അല്ല, എനിക്ക് ആകപ്പാട് ഒരു മൂക്കൂടെ ബാക്കിയുള്ളൂ, അതാ. അപ്പോ എല്ലാം സെറ്റല്ലേ? നമുക്കിങ്ങനെ ദോശയോടെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കഴിക്കാം.
പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? കളിതമാശയ്ക്കാണെങ്കിൽ പോലും നിന്റെ ആയോധന കലകൾ ഇനി എന്റെ ശരീരത്തിൽ പ്രയോഗിക്കരുത് പ്ലീസ്. സോറി